السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. സൂറത്തു യാസീൻ നമ്മൾ 64 ആയത്തുകൾ പരിശീലിച്ചു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി അടുത്തത് 65ാമത്തെ ആയത്ത് പോലെ ഇൻഷാ അല്ലാഹ്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. നോക്കിക്കോളൂ, ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ എന്താണ് അൽ-യൗമ? ഇവിടെ അങ്ങനെ ഓതണ്ടേ? അല്ലെന്ന് ഇവിടെ കാണുമോ? ജസ്റ്റ് ഇവിടെ അങ്ങനെ ഓതുന്നുണ്ട്. ഇങ്ങനൊക്കെ സ്ഥലത്തൊക്കെ തുടക്കത്തിൽ ഫതഹ് കൊടുത്തിട്ടാണ് ഓതുന്നുണ്ട്. അൽഹംദുലില്ലാഹി അൽഹാഖ അൽഖാരിഅ എന്നൊക്കെ ഉള്ളിടത്തൊക്കെ ഇവിടെ തുടക്കത്തിൽ എന്താ പറയാ? ആന്ന് കൊടുക്കട്ടെ. ഇവിടെ ആന്ന് കാണൂല. ഇത് അനിഫൽ, ഇത് ഫതഹ അല്ല, ഇത് കുട്ടിസ്വാദാണ്. ഇതിങ്ങനെ കൂട്ടി ഓതുമ്പോ എങ്ങനെയാണ്? ബിമാ കുൻതും തക്ഫുറൂനൽ യൗമ നെൽന്ന് അവിടെ ഉണ്ടാവുള്ളൂ. കൂട്ടി ഓതുമ്പോൾ ബിമാ കുൻതും തക്ഫുറൂനൽ യൗമ. ഇവിടെ നിർത്തി ഓതുന്ന സമയത്ത് നമ്മൾ ഓതേണ്ടത് എങ്ങനെയാണ്? അൽ-യൗമ. അത് അൽ-യൗമ ആയിക്കോട്ടെ. പിന്നെ അൽ-യൗമ ഇതിനെ പറ്റി എന്താ പറഞ്ഞല്ലോ? ഖിയാമത്ത് നാളിലാണ്. നഖ്തിമു, അള്ളാഹു എന്താക്കും? സീല് വെക്കും. അല അഫ്വാഹിം, വായയുടെ നമ്മളും വായൊക്കെ എന്താക്കും? സീലച്ച്. എന്നിട്ടോ സംസാരമൊക്കെ എങ്ങനെയാണ്? കൈകൾ സംസാരിക്കും, കാലുകളെ കൊണ്ട് സാക്ഷി നിൽക്കും. നമ്മളിവിടുന്ന് ഇങ്ങനെ അവിടുന്ന് കള പറഞ്ഞാലൊന്നും സ്വീകരിക്കൂല. നമ്മളെ വായൊക്കെ അടച്ചിട്ടുണ്ടാവും. കൈകൾ പറയും, കാലുകൾ ഇങ്ങനെ കൈ പറഞ്ഞാൽ ശരിയാണ്, കാലെന്താക്കും? സാക്ഷി നിൽക്കും. അങ്ങനൊക്കെയാണ്. അവിടുന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നല്ലതൊക്കെ നമ്മൾ ജീവിച്ചാല് നമുക്ക് അവിടുന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. നോക്കിയോളൂ, ഓതുന്ന എങ്ങനെ നോക്കി? അൽ-യൗമ നഖ്തിമു. എന്താണ്? നഖ്തിമല്ല, ഖാണ്ട്. നഖ്തിമു. അൽ-യൗമ നഖ്തിമു. പിന്നുള്ളത് ഐനാണ്. അവിടെ അല അഫ്വാഹി എന്ന് പറഞ്ഞ അർത്ഥം മാറിപ്പോവും. അവിടെ എന്താ വേണ്ടത്? അല അഫ്വാഹിഹിം. അല അഫ്വാഹിഹിം. അഫ്വാഹിഹിം എന്നല്ല, രണ്ടു ഹാ ആണ്. അഫ്വാഹിഹിം. അല അഫ്വാഹിഹിം. ഇവിടെ മീമിനേഷം വാവുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. കൂട്ടുമ്പോൾ അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അങ്ങനെ ആയി പോവും. മീമുണ്ടാവില്ല. അപ്പൊ യാസീൻ ഫുള്ളാവില്ല, മീമ് പോയില്ലേ. അങ്ങനെ അപ്പൊ എന്താക്കണം? അലാ അഫ്വാഹിഹിം വഗൈരിൽ മഗ്ദൂബി അലൈഹിം അതേ രൂപത്തിലാണ്. അഫ്വാഹിഹിം മീമ് കേട്ടിട്ടേ വരാൻ പാടുള്ളൂ. അങ്ങനെ തന്നെ ഓതിപ്പോണം. എത്ര തിരക്കിട്ട് ഓതാണെങ്കിലും ശരി, അക്ഷരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഓതരുതിട്ടാ. ഓതിച്ചാലും വേണ്ടില്ല. ശരില്ല, യാസീൻ ഫുള്ളാക്കണമെന്നില്ലല്ലോ, കുറച്ച് ഓതിയാലും മതി. ശരിക്കും അക്ഷരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള സ്പീഡ് ഒത്തിട്ട് കടം നിർവഹിക്കണ ഒത്തി നമ്മളാരും ഓതാൻ പാടില്ല. على أفواههم وتكلمنا أيديهم. ഇവിടെ എന്ത് മദ്ദുണ്ട്? ഇവിടെ മദ് മുൻഫസിലുണ്ട്. ഇവിടെയും മദ് മുൻഫസിലൊക്കെ കണ്ടിട്ട് ശ്രദ്ധിക്കണം. വതുകല്ലിമുനാ അയ്ദീഹിം. പിന്നെ ഇവിടെ തന്നെയാണ് ഐദീഹിം. أيديهم وتشهد
വതഷ്ഹദു എങ്ങനെയാണ് അശ്ഹദന്ന അറിയും അശ്ഹദന്ന അല്ല അഷ്ഹദു എന്നാണ് അതേപോലെ വതഷ്ഹദു അർജുലുഹും ബിമാ വതഷ്ഹദു അർജുലുഹും ബിമാ ഇവിടെ എന്താണ് ഇഖ്ഫാട്ടാ മീമിന് ശംഭാവം നമ്മൾ എന്താ പറഞ്ഞേ ഇഖ്ഫ ആണല്ലേ സാക്കിനെ മീമിന്റെ വിധികളിൽ പെട്ടതാണിത് 2-3 വിധികളുള്ളത് ഒന്ന് ഇദ്ഗാമ് ഒന്ന് ഇഖ്ഫ ഒന്ന് ഇദ്ഹാറാണ് രണ്ടാമത്താണിത് ഇഖ്ഫ ആണ് പറഞ്ഞത് കേട്ടാ മീമിന് ശംഭാവം എന്നാൽ വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ അടുത്ത ആയത്ത് നോക്കിക്കോളൂ രണ്ടായത്ത് ഒരേ തുടക്കം മാറ്റി തുറക്കുന്ന ആയത്തുകളുണ്ട് നോക്കിക്കോളൂ വലൗ എന്താണ് വലൗ അവിടെ എന്തായത് വലൗ ലോ എന്നായത് ലൗ അല്ല അല്ലെ ലൗ ലോ എന്ന് പറഞ്ഞ ലോകം എന്നുള്ള ലോ എന്നായി പോയത് അപ്പൊ വലൗ ഈ മദ്ദത്തിന്റെ മദ്ദാണ് മുത്തസിലാണ് ഒറ്റ കലിമത്തിലല്ലേ അപ്പൊ എന്താ നീട്ടില് നിർബന്ധം വാജിബിന്റെ പേര് കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ശ്രദ്ധിക്കണം വലൗ നശാഉ അത് തന്നെ വരണം കേട്ടാ പിന്നെ നോക്കിക്കോളി എല്ലാന്നാണ് ലാമ് കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ഏതാ നോക്കി പറയും ആണ് അവിടെ എന്തായി ഹോസ്പിറ്റലാകുമ്പോ ലാമന്നെ വലുതായി പോവും അല്ലെങ്കിൽ എന്താവും ലതമസ്ന രണ്ടും പറ്റില്ല എങ്ങനെ ഓതണം ലതമസ്ന എന്ന് പറഞ്ഞു നോക്കി തന്നെ ഓതണം എപ്പോഴും ശ്രദ്ധിക്കണം അവിടെ പിന്നെ ശ്രദ്ധിക്കണം അയിനാണ് ഈ സ്കൂളിൽ എങ്ങനെ ഓതിപ്പോ അയിനെ കിട്ടാതെ നമ്മള് അല്ല എന്താണ് അയിനെന്നെ വരണം ഇതാ അഅ്യുനിഹിം ഇവിടെ ഫസ്റ്റത്തെ അക്ഷരം ഹംസയാണ് അവിടെ ആ തന്നെ പറയണം ശേഷം അയിനാണ് അഅ്യുനിഹിം അലാ അഅ്യുനിഹിം ഫസ്തബഖു തന്നെ ഫ കഴിഞ്ഞ പിന്നെ നേരെ കാണുന്ന സീനിലേക്ക് കേട്ടാ ഫസ്തബഖുസ്സിറാത്ത ഫസ്തബഖു നൂറ്റൂല ഇവിടെ ശേഷം ഇവിടെ ശബ്ദമുള്ള അക്ഷരം ഉണ്ട് അല്ലെ അപ്പൊ എന്താ ഇതിലേക്ക് നേരെ ചാടിയിട്ട് ഫസ്തബഖുസ്സിറാത്ത ഫസ്തബഖുസ്സിറാത്ത صراط فاستبقوا الصراط فاستبقوا نوكي فاستبقوا الصراط فأنى يبصرون ഇവിടെ സ്വാദുണ്ട് ഇവിടെ സ്വാദുണ്ട് അല്ലെ രണ്ടിടത്ത് സ്വാദിന് കസറാണ് ശ്രദ്ധിക്കണം കേട്ടാ അടുത്ത നോക്കിയോളും മുമ്പ് പറഞ്ഞു അല്ലെ അടുത്തത് ലമസഖ്നാഹും വലൗ നശാഉ ലമസഖ്നാഹും ഇത് കാണും ലമസഖ്നാഹും لمسخناهم നോക്കിക്കോളട്ടാ على مكانتهم അവിടെ അയിനാണ് ولو نشاء لمسخناهم على مكانتهم അങ്ങനെ തന്നെ വരണം അവിടെ على مكانتهم എന്ന് പറയുന്നത് على مكانتهم നോക്കിക്കോളൂ
ശ്രദ്ധിച്ചോദനട്ടോ നമ്മള് പഠിച്ചിന് കാലു ഇന്ന പറഞ്ഞ അതേമാതിരി തന്നെ പിടി എന്താ വരുത് രണ്ടും ആയി പോയത് രണ്ടും തോ ആവാൻ പാടില്ല ഒന്ന് ഒന്ന് തോ അത് തന്നെ വരണം അപ്പോഴാ യാസീനാവുള്ളൂ പറയണേ فما استطاعوا مضيا فما استطاعوا ഇവിടെ അയിനാണ് തെത്താവൂന്നല്ല മുളിയൻ വാദാണ് ഈ വാദത്താണ് ഫത്തിഹയിലുള്ള മഹബൂബി വലല്ലാൽ എന്നൊക്കെയുള്ള വാദാണ് മുളി അവിടെ മുളിയെന്ന് മറ്റേ സ്ലോ ഇതായിട്ട് അല്ല എന്തുണ്ട് ഇതാമും ഉണ്ട് വാ പറയുമ്പോ ചുണ്ട് മുമ്പോട്ട് വരാം അല്ലെങ്കിൽ എന്താവും വല അല്ല അപ്പൊ നമ്മള് വല 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 നീ പിടിക്കണ വല ഞങ്ങൾ ഇപ്പോ فمستطاعوا مضيا ولا يرجعون അല്ലെ സനൂന് കേൾക്കണം ഇവിടെ അയിനുണ്ട് യർജിഊൻ